സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവെയ്ൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പല വിഷയങ്ങൾ ഈ പ്രോഗ്രാമിൽ ചർച്ച ചെയ്തു വരികയാണ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുടുംബജീവിതമാകുമ്പോൾ കുറേ കാര്യങ്ങൾ നെഗറ്റീവ് പറയാനുണ്ടാവും. ഈ നെഗറ്റീവ് എങ്ങനെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കാം, അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വിഷയം അവതരിപ്പിക്കാനായിട്ട് 4 ദമ്പതികളുണ്ട്. ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം, തുടർന്ന് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. പേര്? ജീവൻ ജോസ്. ജീവൻ ജോസ്. നിത്യജീവൻ. നിത്യ. എത്ര വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? 12 കൊല്ലം. 12 വർഷമായി. കുറെ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ നെഗറ്റീവായിട്ട് പറയണ്ടേ? വേണ്ട പറയണ്ടേ നിത്യ? നിത്യക്ക് നല്ലൊരു ഫീൽ ഇല്ല, അങ്ങനെ പറയണമെന്നില്ലേ? ഓക്കെ, അത് എങ്ങനെ പറയാന്നുള്ളത് നമുക്കൊന്ന് അവതരിപ്പിക്കാം. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, നിങ്ങളുടെ പേര്? നോയൽ. നോയല്. മിനു. എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട്? 3 വർഷമാകുന്നു. ഈ 3 വർഷത്തിനിടയിൽ തന്നെ നെഗറ്റീവായ കുറെ കാര്യങ്ങൾ പറയേണ്ടി വന്നിട്ടില്ലേ? ഉറപ്പായിട്ടും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും ഈ ഷോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേരാ? ജിഷാന്റെ? ഹെൻറി. എത്ര വർഷമായി? 30 വർഷം. 30 വർഷം. ധാരാളം പറയാനുണ്ടാവും അല്ലേ? ഓ, തീർച്ചയായും. ഒത്തിരി അനുഭവങ്ങളില്ലേ? ഓക്കെ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, ഗുഡ്. നിങ്ങളുടെ പേരാ? ബെന്നി ആൻഡ്? ജിംസി. ഓക്കെ, എത്ര വർഷമായി? 25 വർഷം ആകാൻ പോണു. 25 വർഷം ആകാൻ പോവാണല്ലേ? ഓക്കെ, 2 പേർക്കും സ്വാഗതം. ശരിക്കും കുടുംബജീവിതമാകുമ്പോൾ പച്ചയായ മനുഷ്യരാണ്. എല്ലാ കാര്യങ്ങളും ഒരുപോലെ സ്വീറ്റായിട്ട് മധുരതരമായിട്ട് വരികയില്ല, അവതരിപ്പിക്കാനും സാധിക്കില്ല. എങ്കിലും നെഗറ്റീവായ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ അത് പോസിറ്റീവായ ചില പ്രയോഗങ്ങളിലൂടെ എങ്ങനെ ഏറ്റവും മനോഹരമാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. യെസ്, വീട്ടില് നെഗറ്റീവായ കാര്യങ്ങൾ പലതും പറയേണ്ടി വരാറില്ലേ? വരാറില്ലേ? ഒത്തിരി കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയാമോ ഞങ്ങളോട്? വീട്ടിലെ ഭാര്യയോട് നെഗറ്റീവായിട്ട് പറയേണ്ടി വന്ന ഒരു കാര്യം. അതായത് നേരത്തെ കിടക്കാത്തതിലാണ് ഞാൻ പരാതി പറയാറുള്ളത്. അതെന്താണ് പറയുന്നത്? രാത്രി എനിക്കൊരു 10 മണിയാകുമ്പോഴത്തേക്കും കിടക്കണമെന്നോ ആഗ്രഹമുള്ള. എനിക്ക് 10 മണിക്ക് കിടക്കണം. കാരണം കറണ്ട് ബില്ല് പേടിച്ചിട്ടാ. കറണ്ട് ബില്ല് പേടിക്കും. അപ്പൊ 10 മണിയാകുമ്പോഴത്തേക്കും ലേറ്റ് കിടത്തണമെന്ന് എല്ലാവരോടും പറയും. നേരത്തെ കിടക്കുകയാണെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടല്ലേ? അതെ, അതാണ് ലക്ഷ്യം. അപ്പൊ 10 മണിയാകുമ്പോ പിന്നെ ഇവിടെ എന്റെ അടുത്തേക്ക് വരെയും ചെയ്യില്ല. 10 മണിയാകുമ്പോഴത്തേക്ക് ലേറ്റ് കിടത്തണമെന്നുള്ള ഒറ്റ വാശിക്കാരനാണ്. അതിലാണ് ഞങ്ങൾ തമ്മിലുള്ള. ശരി. പക്ഷെ ആൾക്ക് 10 മണിക്ക് അങ്ങനെ കിടക്കണം. ഇവര് ഒക്കെ രാത്രി 11:30-12 വരെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം നമ്മൾ പറയും അല്ലെ? എങ്ങനെ സാധാരണ പറയാറ്? ഞാൻ സാധാരണ സൗമ്യമായിട്ട് ആദ്യം പറയാറുണ്ട്. സൗമ്യമായിട്ട് എങ്ങനെ പറയണേ? നിങ്ങൾ എല്ലാവരും കിടക്ക്, 10 മണിയായി കിടന്നു, ഇനി പറ്റില്ല കിടക്കെന്ന് പറയും. ശരി, ഞാൻ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് തുടങ്ങി. പിന്നെ ഞാൻ ഇവരുടെ ഇഷ്ടത്തിന് വിട്ടു തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ എന്റെ ഒരു മുഷ്ക് പറയുമായിരുന്നു, ഇനി കറണ്ട് കാശ് ഞാൻ അടയ്ക്കില്ല, ഇനി കർണാശി ഞാൻ അടക്കില്ല, നിങ്ങൾ അടച്ചോളാം. നല്ല പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണല്ലേ? അങ്ങനെ ഞാൻ പറയാറുള്ളൂ. അത് പോസിറ്റീവ് ആണോ? അത് പോസിറ്റീവ് അല്ല, അതെന്റെ ദേഷ്യം കൊണ്ട് അത് നമ്മുടെ ദേഷ്യം കൊണ്ട് പറയണം അല്ലേ? ഓക്കെ, നമുക്ക് വരാം, അതിനകത്തേക്ക് വരാൻ കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കും അങ്ങനെ ഷെയർ ചെയ്യാനുള്ളത്? ഒരു കാര്യമല്ല, ഒത്തിരി കാര്യമുണ്ട്. എന്നിരുന്നാലും മെയിൻ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ്സ്, ഇപ്പൊ കൊച്ചുങ്ങളുടെ ഫീസ്, ട്യൂഷൻ ഫീസ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, ഇതൊക്കെ അടയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്തു എന്ന് വരില്ല. അതെ, ഒരു പക്ഷേ മൊബൈലിൽ പൈസ ഉണ്ടായെന്ന് വരില്ല അത്രയും. അതല്ലെങ്കിൽ
ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് പോലെ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. അതെ. അപ്പോൾ അത് ഞാൻ അപ്പം പറഞ്ഞാൽ അത് അടയ്ക്കാറുണ്ട്. ഇപ്പം ഇനി അവരന്വേഷിച്ച് വരും അങ്ങോട്ട് ഇത് ചോദിച്ചിട്ട് ഇങ്ങനെ ഓക്കെ. അതായത് നമ്മുടെ വീട്ടിൽ അടയ്ക്കേണ്ട പേയ്മെന്റ്സ് അല്ലെ, കറണ്ട് ബില്ലായിരിക്കാം, സ്കൂളിൽ ഫീസായിരിക്കാം, കുട്ടികളുടെ, അത് നമ്മൾ പ്രോപ്പറായ സമയത്ത് ചെയ്യാതെ വരുമ്പോൾ ആള് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആളുടെ പേയ്മെന്റ് കേസുകളെല്ലാം കറക്റ്റ് ആണ്. ആളുടെ എന്ത് സംഭവമായാലും 10 പൈസ ആയാലും എവിടത്തെ കാര്യങ്ങളായാലും എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ അതാ കറക്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യണം. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണമെന്നാണ് ആളുടെ നിർബന്ധം. അതെ, പക്ഷെ നമ്മൾക്ക് ആ സമയത്ത് ഓപ്പർച്യൂണിറ്റി ശരിയായിരിക്കില്ല ചിലപ്പോ സമയത്ത്. നമ്മൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കണത് ചോദിക്കുമ്പോൾ ഞാൻ പറയാം എനിക്ക് ആ സമയത്ത് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ എന്റെ മൊബൈലിൽ ബാലൻസ് ഉണ്ടായില്ല, നിനക്ക് കുറച്ച് പൈസ ഇടാൻ വേണ്ടായില്ല എന്ന് ചോദിക്കും. പൈസ ഇട്ട് തരാൻ വേണ്ടായില്ല, കുറച്ച് പൈസ ഇട്ട് തരാൻ വേണ്ടായില്ല, ഇഷ്ടക്കേട് നമ്മൾ അങ്ങോട്ട് പ്രകടിപ്പിക്കും അല്ലേ. ശരി ശരി, ആലോചിക്കണം കേട്ടി. നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കാമെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, റെഡി, ഗുഡ്, കൊള്ളാം. നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കും ഒരു അങ്ങനെ നെഗറ്റീവായിട്ട് പറയേണ്ടി വരുന്ന ഒരു സന്ദർഭം എന്തായിരിക്കാം? എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ചെറിയൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോകുമല്ലോ, നമ്മൾ കടയിലേക്ക് പോകുമ്പോ അവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ വലിച്ചു വരിടിക്കും. അതിങ്ങനെ നോക്കിയിട്ട് അപ്പൊ ഞാനിങ്ങനെ ബാക്കിലുണ്ടാവും. അപ്പൊ നമ്മൾ ആ പാവം സ്റ്റാഫിനെ നോക്കുമ്പോ അവരിങ്ങനെ ഓരോന്ന് ഇടുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പോയിട്ട് പറയും ഇതിലെങ്കിലും ഒന്നിൽ അവസാനിപ്പിക്കുന്നത്, വെറുതെ വലിച്ചിടും. പക്ഷെ ഇതൊന്നും ഒരു മൈൻഡ് ചെയ്യില്ല. ഇതിങ്ങനെ വലിച്ചിടിപ്പിച്ച് അവസാനം പറയും ഇതൊന്നും പിടിച്ചില്ല, വേറെ കടക്കിലേക്ക് പോവാന്ന് പറയും. എനിക്കതങ്ങ് ഇത്രയും ദേഷ്യമുള്ള ഒരു കാര്യം, അത് ഞാൻ ശരിക്കും ആ സമയത്ത് എനിക്ക് അത് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്ന ഒരു കാര്യം. നമ്മൾ അങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിക്കരുത് രീതിയില് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ആളോട് അത് പറയണം. സാധാരണ രീതിയിൽ അതെങ്ങനെയാ അവതരിപ്പിക്കണേ? അത് നോർമലി ഇപ്പൊ പറയുകയാണെങ്കിൽ അത് ദേഷ്യം മുഖത്തുനിന്ന് തന്നെ അവർക്ക് മനസ്സിലാവും, നമ്മുടെ എക്സ്പ്രഷൻ ഒക്കെ അങ്ങ് മാറുന്നത് അവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി കാറിൽ കയറി തിരിച്ചു വരുന്ന സമയത്ത് ടിൽ വീടെത്തണ വരേക്കും നമ്മൾ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ തന്നെയായിരിക്കും. അതായത് ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ ഉപദേശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്ത് പറഞ്ഞാലും നെക്സ്റ്റ് ടൈമില് ഇത് തന്നെ ഒരു ആവർത്തനം. ഭാര്യയുടെ ഒരു പെരുമാറ്റം, അതായത് ഒരു വസ്ത്രശാല ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒത്തിരിയേറെ വസ്ത്രങ്ങൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു വസ്ത്രം എടുക്കുള്ളൂ. അത് മിക്ക സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് അത്ര ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. അത് ശരിയല്ല എന്ന് അയാളോട് വളരെ ഭംഗിയായിട്ട് പറയാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ പല വട്ടം അത് നടന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുമ്പോ നിന്നോട് എത്ര വട്ടം പറഞ്ഞാണ്, നിനക്കിത് മനസ്സിലാവില്ലേ? മനുഷ്യരുടെ വികാരം, അവരുടെ വേദന എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശേഷിയില്ലേ? ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ആ രീതിയിലും പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെട്ട രീതിയിലും സംസാരിച്ചിട്ടുണ്ട്. ഇത് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണോ നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണോ? എന്റെ രീതിയിൽ നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ചിലപ്പോ. നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ ദേഷ്യപ്പെട്ടാണല്ലോ നമ്മളിപ്പോ അവതരിപ്പിക്കുന്നത്. സോഫ്റ്റിൽ അത്ര പോവാറില്ല. ഇതൊക്കെ കേൾക്കുമ്പോ നിത്യക്ക് എന്താ തോന്നണേ? അതിൽ ശരിക്കും പറയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഷോപ്പിലത്തെ ഒന്നും ഇഷ്ടാവാത്തോണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത്. കാരണം ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും ഒരു കളർ കണ്ടു അത് എടുത്തു പോകുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഞങ്ങൾ അതിന്റെ എല്ലാ തരത്തിലും നോക്കിയിട്ട് മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. അതെ, അതുകൊണ്ടാണ് ഞങ്ങളത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് തെരഞ്ഞെടുത്ത് വാങ്ങുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇവർക്കത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തോന്നുമ്പോ നമുക്കതൊരു ദേഷ്യം വിഷമം വരാറുണ്ട് അങ്ങനെ വഴക്ക് പറയുന്ന സമയത്ത്. എന്നാലും നമ്മുടെ പെരുമാറ്റം നമ്മൾ മാറ്റുന്നില്ലല്ലോ, അത് നോക്കിട്ട് തന്നെ നമ്മളല്ലേ ധരിക്കുന്നത് അല്ലേ? സ്വാഭാവികമായിട്ട് ഇയാള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു സ്ഥലത്ത് ധരിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് അതിനകത്ത് മാറ്റമില്ല. പക്ഷെ നിത്യക്ക് തോന്നിയിട്ടുണ്ടോ ഇയാൾ ഇത് എന്തിനിങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നത്, ഒരു പോസിറ്റീവായിട്ട് പറയാൻ പാടില്ലേ? അങ്ങനെ വല്ല സാധ്യതയും ചിന്തിച്ചിട്ടുണ്ട്? കാരണം എനിക്ക് തോന്നാറുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തതെന്ന് അവർക്ക് തോന്നണില്ല. അത് തോന്നുന്നില്ല അല്ലേ? അപ്പൊ അയാൾ ഇപ്പൊ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അയാളുടെ ഒരു കൺസേൺ ആണല്ലോ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് പോസിറ്റീവായിട്ട് പറയാനായിട്ട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടില്ലേ? തോന്നാറുണ്ട്. കാരണം നീ ഇഷ്ടപ്പെട്ടത് സാവധാനം നോക്കി എടുത്താൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. എന്റെ ദൈവമേ, എന്നാ നമുക്ക് അത് സന്തോഷമായിരുന്നല്ലേ. പക്ഷെ ഇദ്ദേഹം അത് പറയാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? അങ്ങനെ പറഞ്ഞ് നീ എന്തോരം വസ്ത്രം വലിച്ചു വാരിയിട്ടുണ്ട് വരും അല്ലേ? അതുകൊണ്ടല്ലേ? ഓക്കെ, ഇനി നല്ല ഉദാഹരണം നമുക്ക് വരാൻ കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഒരു നെഗറ്റീവായ കമ്മ്യൂണിക്കേഷൻ? അതായത് നമ്മൾ പോസിറ്റീവായിട്ട് നീ ചക്കരയാണ്, മുത്താണ്, പൊന്നാണ്, ഇതൊക്കെ പോസിറ്റീവാണ് കേട്ടോ. എന്നാൽ നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ, ചിലപ്പോൾ ചില പെരുമാറ്റങ്ങൾ തിരുത്തേണ്ടി വരും. ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചില കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ നോ പറയേണ്ടി വരും അല്ലേ? ശരിയല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം മീനു?
എനിക്ക് തോന്നുന്നത് നോയലിന് രാത്രി എൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാം രാത്രി അധികം വൈകാതെ കൊച്ചിൻ്റെ കാര്യമല്ല, എല്ലാം കൊച്ചിൻ്റെ കഴിപ്പും നമ്മുടെ ഭക്ഷണവും കുടുംബ പ്രാർത്ഥനയും ഇതൊക്കെ ഒന്ന് നേരത്തെ തന്നെ കഴിഞ്ഞ് നമുക്ക് കിടക്കാന്നുള്ളൊരിത്. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് കഴിയുമ്പോൾ മിക്കവാറും എന്തെങ്കിലും പണികളുണ്ടാവും, ചുമ്മായിരിക്കുമല്ല എന്തെങ്കിലും പണികളുണ്ടാവും. അപ്പം എൻ്റെ കുളി വൈകും, അതനുസരിച്ച് കൊച്ചിൻ്റെ കഴിപ്പ്, ഭക്ഷണം, കുടുംബം എല്ലാം വൈകും. അപ്പം നോയൽ എപ്പോഴും അതൊരു നെഗറ്റീവായിട്ട് ഒന്ന് നേരത്തെ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തൂടെ എന്നൊക്കെ പറയാറുള്ളത്. പക്ഷെ അത് പോസിറ്റീവായിട്ടും നോയൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാ ഒരു ദിവസം എന്തോ അബദ്ധത്തിൽ ഞാൻ നേരത്തെ കുളിച്ചു പോയി. എല്ലാ കാര്യങ്ങളും നല്ല പ്രോപ്പറായിട്ട് നടന്നു. അപ്പൊ ഒന്ന് നോക്കിക്കേ, ഇന്ന് നോക്കിക്കേ, എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കുന്നു. അപ്പൊ ഞാൻ അത് ശരിയാണല്ലോ, അത് ശരിയാണല്ലോ, കറക്റ്റ് ആയിട്ട് നടന്നേ. അപ്പോൾ പറഞ്ഞു നിന്റെ കുളിയൊന്നും നീ നേരത്തെ ആക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കും. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ നോയൽ ആ നെഗറ്റീവ് കാര്യം നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം പോസിറ്റീവായിട്ട് പറഞ്ഞപ്പോ അതിന്റെ ഒരു വ്യത്യാസം എനിക്കും തോന്നി. അപ്പൊ എനിക്കും ഇത് ശരിയാണല്ലോ, ശരിക്കും അത് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ 4 ദമ്പതികളും അവരുടെ വീടുകളിൽ നടക്കാൻ സാധ്യതയുള്ള എല്ലാ വീടുകളിലും നടക്കുന്ന സാധ്യതയാണ്. അതായത് ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വരുന്നു, അത് നമ്മൾ പറയേണ്ടതുണ്ട്. പക്ഷെ പറയുമ്പോൾ പലപ്പോഴും അത് കുറച്ചും കൂടി നെഗറ്റീവായി പോകും. അത് നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇപ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്നത് വെട്ടി തുറന്ന് പറയുന്നതല്ലേ നല്ലത്? ഇപ്പോൾ ഭാര്യ ഒരു സ്ഥലത്ത് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ വസ്ത്രം ഇങ്ങനെ വലിച്ചു വാരി അവരെ കൊണ്ട് ഇടിക്കും. അത് കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത ഉള്ളിൽ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് പറയണോ, അതോ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് അങ്ങോട്ട് വെട്ടി തുറന്ന് പറയാം? ഏതാ നല്ലത്? എനിക്ക് തോന്നുന്നു കുടുംബജീവിതത്തിന്റെ സുസ്ഥിരതയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളിൽ പിടിച്ചു വെക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അനുഭവത്തിൽ എല്ലാം വെട്ടി തുറന്ന് പറയാൻ തുടങ്ങിയാൽ നമ്മൾ തമ്മിൽ അടിപിടിയായി. അപ്പൊ ഒരു പ്രശ്നമുണ്ട്, ഒരു മിനിറ്റ്, അത് പറ്റില്ല. നമ്മള് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ജീവിതം അഭിനയിക്കുന്നതായിട്ട് മാറും, അഭിനയമായിട്ട് മാറും അല്ലേ? തീർച്ചയായിട്ടും. വികാരം സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഇഷ്ടപ്പെടുന്നവരോട് പറയണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ. പിന്നീട് നമുക്ക് സോറി വേണമെങ്കിൽ പറയാം, അത് ശരി, പറയാനുള്ളത് പറയണം. അതായത് നമ്മുടെ ഉള്ളില്, അതായത് തോന്നുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു പോയിട്ട് തോന്നുന്നതല്ലല്ലോ. ഓരോരുത്തരുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമായിരിക്കാം, മനസ്സിലാകുന്നുണ്ടോ? ആ അഭിപ്രായ വ്യത്യാസം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 2 പേരും കൂടി മൂന്നാറിന് പോകാമെന്ന് തീരുമാനിച്ചു. 2 പേരും കൂടി മൂന്നാറിന് ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് തീരുമാനിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒടുക്കത്തെ ട്രാഫിക്കാണ്, അതേ വണ്ടികളൊന്നും കയറുന്നില്ല. ഉടനെ ഭർത്താവ് ഭാര്യയോട്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞാൽ ഈ മൂന്നാറ് വേണ്ട, വേറെ എവിടെയും പോയാൽ മതി, ഇപ്പൊ കണ്ടില്ലേ? അയാളുടെ ഉള്ളിൽ വന്നത് എന്തോ അങ്ങനെ തന്നെയാണ് പറഞ്ഞു. എങ്ങനെ ഉണ്ടാവും പിക്നിക്ക്? കൊള്ളാവും അല്ലേ? ശരിയല്ലേ? കൊള്ളാവും. അപ്പൊ പിന്നെ ഇച്ചിരി പിടിച്ചു വെക്കുന്നതല്ലേ നല്ലത്, ആ ദിവസം മനോഹരാക്കാനായിട്ട്. ഏതായാലും മൂന്നാർ ചെന്നു. അതെ, മൂന്നാർ ചെന്നു, അത് തന്നെ അല്ലേ? ഏതായാലും നമ്മൾ തീരുമാനം എടുത്ത് ഇവിടെ എത്തി അല്ലേ? അപ്പൊ പിടിച്ചു വെക്കുന്നതല്ലേ നല്ലത്. നോയൽ പറയണെന്ന് പറഞ്ഞപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ 3 വർഷമായുള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് പിടിച്ചു വെക്കേണ്ട കാര്യങ്ങൾ അവന്റെ മനസ്സിലുണ്ടാവും, പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അച്ഛാ ഒരു കാര്യമുണ്ട്, പിടിച്ചു വെക്കുമ്പോ ഒരാൾക്ക് എപ്പോഴും ദുഃഖമായിരിക്കും, ഒരാൾക്ക് എപ്പോഴും അതിനകത്ത് പ്രശ്നം. ഒന്നെങ്കിൽ ഒരാൾ ആമയാകണം, അല്ലെങ്കിൽ ഒരാൾ മുയലാവണം. അത് ശരിയാ. അല്ല ഞാൻ പറയട്ടെ, ഇവിടെ പിടിച്ചു വയ്ക്കുമ്പോ മറ്റേ വിഷമം അല്ല. ഞാനാണ് ആ സംഭവം മൂന്നാർ പോയി, സപ്പോസ് മൂന്നാർ പോയത് ഞാനെന്ന് വിചാരിക്കാം. ഞാൻ ഈ സംഭവം, എനിക്ക് ഈ ഒരു യാത്ര, പ്രത്യേകിച്ച് എനിക്ക് ടൂറിസ്റ്റ് ഇല്ലാത്ത ഒരാളാട്ടോ. അപ്പൊ ടൂർ പോയപ്പോ മൂന്നാർ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞ ട്രാഫിക് ഉണ്ട് എങ്കിൽ ഞാനത് പ്രകടിപ്പിക്കണ്ടേ? പ്രകടിപ്പിക്കുമ്പോ ആൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ ഞാൻ പ്രകടിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാവല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ശരിയാണ്. അപ്പൊ പ്രകടിപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു തിക്കുമുട്ടല്. പിന്നെ ഞാനത് പറഞ്ഞു കഴിയുമ്പോ ആൾക്കൊരു തിക്കുമുട്ടല്. അപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് തിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരാൾ ആമയായിരിക്കും എപ്പോഴും. അതന്നെ. അപ്പൊ ഒന്ന് ഉൾവലിയണ്ടേ എന്ന് തോന്നുന്നു. നിങ്ങളുടെ അനുഭവം എങ്ങനെയാ? ജീവനെ എങ്ങനെയാ? ശരിയാണ്. ഇപ്പോ നോയൽ പറഞ്ഞ പോലെയും, അതായത് ചെറുതായിട്ടൊക്കെ ഒന്ന് ഹൈഡ് ചെയ്താൽ ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഒതുക്കി വെച്ചാൽ ചിലപ്പോ ഒരു സൈഡെങ്കിലും ഹാപ്പി ആയിട്ട് പോയിരിക്കും. അതായത് ആ ഒരു സിറ്റുവേഷൻ അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്നാർ എത്തിയല്ലോ, നമ്മള് എത്തിയിട്ട് അവിടെ തിരക്ക് കാണിച്ചിട്ട് കാര്യമില്ല. അല്ല, അപ്പൊ നമ്മൾ ഈ പറയണ വാക്കുകള്, പ്രയോഗിക്കുന്ന ചില ഭാവങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഷ, അതിനകത്തൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ എന്താണോ വന്നത് അത് അങ്ങോട്ട് വെട്ടി തുറന്ന് അവതരിപ്പിക്കാം. അതല്ലല്ലോ നല്ലത്. അത് ശരിയല്ല. എന്തായാലും ശരിയാണോ? ചിലപ്പോൾ ഈ കുടുംബജീവൻ നയിക്കുന്നവർ, ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാരൊക്കെ ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ സൂക്ഷ്യം കണ്ടൊക്കെയാ അങ്ങനെ സംസാരിക്കാൻ ശ്രദ്ധിക്കുന്നത്. പക്ഷെ കുടുംബജീവിതക്കാർ ചിന്തിക്കുന്നത് എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ഭർത്താവല്ലേ, ഞാൻ വേറെ ആരോട് പറയാനാണ്? അല്ലേ, എൻ്റെ വീട്ടിലല്ലേ പറയണത്. വീടെന്ന് പറഞ്ഞാൽ എന്നും പറയാനുള്ള സ്ഥലമല്ലേ. അങ്ങനെ ഒരു തോന്നൽ പണ്ടേ തുടങ്ങി നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. നമ്മുടെ അപ്പന്മാരൊക്കെ, പ്രത്യേകിച്ച് അമ്മമാരെ അത്രയും പറയാറില്ല, അപ്പന്മാരൊക്കെ വയൽ വന്നതൊക്കെ
അങ്ങനെ പറഞ്ഞിരിക്കാൻ അവർക്ക് ഒരു സ്വസ്ഥതയില്ല. എന്നിട്ട് ചിലർ പറയും ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് പറയണത്. അപ്പം അതൊരു പുണ്യായി. നിങ്ങളുടെ അഭിപ്രായം എന്താ? അതങ്ങനെ പറയണോ അത് നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കണം അല്ലേ? ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ സ്വരം ഉയരും, ശരിയല്ലേ? സ്വരം ഉയരുമ്പോൾ അത് ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പറയണ സന്ദേശം മാറിപ്പോവും അല്ലേ? നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് വേറെ അർത്ഥമായിരിക്കും ആൾക്ക് മനസ്സിലാവണത്, ശരിയല്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഭർത്താവിന് വേണ്ടത്ര പോലെ ഒരു സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കമില്ലെന്ന് കരുതുക. ഭാര്യയാണ് ശരിക്കും അവിടെ സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കമുള്ളത്, അവർ ജോലിയും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുടുംബം പോവാണ്. പക്ഷെ ഇയാൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഭർത്താവിന്? സാമ്പത്തിക അച്ചടക്കമില്ല, ഭക്ഷണത്തോട് ഭ്രമമുണ്ട്. ഭാര്യയ്ക്ക് ഇത് ഭയങ്കര ദേഷ്യമാണ്. ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷനെ. ഒരു ദിവസം ഭാര്യ എടുത്ത ഒഴുക്കി പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വന്നു പറഞ്ഞു, ഇനി താൻ അധ്വാനിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഡയലോഗ്? നെഗറ്റീവാണല്ലേ? പിന്നെ ആ മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചല്ല, ഉള്ളി കിടന്ന ഒരു സാധനം ഭാര്യ വെട്ടി തുറന്ന് പറഞ്ഞു. ഫലം അപകടമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യം, ഉള്ളിൽ വന്ന എല്ലാ കാര്യവും പറയുന്നതല്ല നല്ല ബന്ധം. ചിലത് നമ്മൾ ഭംഗിയായിട്ട് പറയുന്ന നല്ലത് അല്ലേ? അതായത് നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തു, ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ള കാര്യം എന്താ? ആളോട് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ഇഷ്ടമാണെന്നൊക്കെയല്ലേ പറയേണ്ടത്. അതങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ പോസിറ്റീവ് ആകണം അല്ലേ? നെഗറ്റീവായ കാര്യവും വലിയ മുറിവില്ലാത്ത വിധത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം, വേണ്ടേ? കറക്റ്റ് അല്ലേ? യെസ്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം എടുക്കാം. ഈ ഉദാഹരണം എങ്ങനെ പോസിറ്റീവ് ആക്കാം? ഇപ്പോൾ ഇവിടുത്തെ ഉദാഹരണം എടുക്കാം, ജീവൻ്റെ ഉദാഹരണം. ഭാര്യയുടെ ഒരു പ്രത്യേക പെരുമാറ്റമാണ്. ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള തുണിത്തരങ്ങളെല്ലാം ഇറക്കി അവിടെ ഇട്ട് വിവരിച്ച് കാണിക്കണം. അത് കഴിയുമ്പോൾ അതൊന്നും മേടിക്കാതെ പോരുന്നത് കാണുമ്പോൾ ദേഷ്യം വരും. ഇതെങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് നിത്യയോട് അവതരിപ്പിക്കാൻ പറ്റും? ശാന്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി. എങ്ങനെ പറയാൻ പറ്റും ശാന്തമായിട്ട്? അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗം എന്തായിരിക്കും? എങ്ങനെ നമുക്ക് അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? അതായത് ആ നിൽക്കുന്ന സ്റ്റാഫിന്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചിലപ്പോ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ഒന്ന് ജീവനൊന്ന് പറഞ്ഞു നോക്കിയാൽ എങ്ങനെ പറയും? നിത്യയോട് എങ്ങനെ പറയും? നിത്യ നിത്യ നമ്മൾ അങ്ങനെ തുണിയൊക്കെ വലിച്ചിട്ട് കഴിയുമ്പോഴേ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ അത് തിരിച്ച് മടക്കിയെടുത്ത് വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. അപ്പോൾ അത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാവത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളത് മാത്രം ആ കളർ നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. പക്ഷെ ഇവിടെ ഓൾറെഡി ജീവൻ അറിയാം നിത്യയ്ക്ക് വ്യത്യസ്ത അഭിപ്രായമാണ് അല്ലേ? നിത്യയുടെ അഭിപ്രായം ഒന്ന് പറയാവോ? ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നേരത്തെ സൂചിപ്പിച്ച ഒന്നുകൂടി ഒന്ന് പറയാവോ? അത് എല്ലാ ഡ്രസ്സും ഓപ്പൺ ചെയ്ത് കണ്ടാലാണ് അത് നല്ലതാണോ അല്ലേന്ന് പറയാൻ പറ്റുള്ളൂ. കളർ നോക്കിയിട്ടല്ല എടുക്കണത്. അതെ. അപ്പൊ അതുകൊണ്ടാണ് നല്ല ഡ്രസ്സ് എടുക്കണമെന്നുള്ള കാര്യത്തിൽ നോ കോംപ്രമൈസ് അല്ല, അത് വേണം. ഇത് തുറന്നു നോക്കിയാലേ അറിയാൻ പറ്റും. അപ്പോ നിത്യ ചെയ്യുന്ന കാര്യം ശരിയല്ലേ? അതെ, ഞാൻ നോക്കുമ്പോ ശരിയാണ്, താങ്കൾ നോക്കുമ്പോ ശരിയാണ്, ഇയാളും പറയുന്ന കാര്യം ശരിയല്ലേ? അല്ലെ? ഒരാളെ കൊണ്ട് അല്ലെ ഈ കടയിൽ നിൽക്കുന്ന ഒരാളുടെ വിഷമം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുമാത്രം ഇങ്ങനെ ഇട്ടിട്ട് അവസാനം ഒന്നും എടുക്കാതെ പോരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ്? അപ്പൊ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ഭംഗിയായിട്ട് ഇത് പറയും? എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒരാൾക്ക് 10 മണിക്ക് ഉറങ്ങണം, മറ്റേ ആൾക്ക് 11:30 ഉറങ്ങണം. രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായം, രണ്ടുപേർക്ക് അവരുടേതായ ലോജിക്ക് ഉണ്ട്. തീർച്ചയായിട്ടും അതിന് ഞാൻ കണ്ടുപിടിച്ചേക്കേണ്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 പ്രാവശ്യമെങ്കിലും ഞാൻ 10 അല്ല 100 പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നേരത്തെ പോയി കിടക്കും. നമ്മൾ നേരത്തെ പോയി കിടക്കും. പ്രശ്നം തീർന്നു. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറയും. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ, കാരണം ഇത് നടക്കൂല എന്ന് മനസ്സിലായി. അപ്പൊ വിട്ടുകൊടുക്കും. നമ്മളെ വിട്ടുകൊടുത്തു, മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഈ കാര്യം നമുക്ക് എങ്ങനെയാണ് പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയായിരിക്കും ആളോട് പറയാൻ പറ്റുന്നത്? എനിക്കിനി അതിൻ്റെ അകത്ത് എന്റെ പ്രശ്നത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് പറയാൻ ഇനി ഇല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞ ഒരു ഉദാഹരണം ഞങ്ങളോട് പറഞ്ഞത്? ജിഷ എത്ര ദിവസമായി ഞാൻ പറയുന്നത് എന്നോട്, നീ ഒന്ന് ആ ലൈറ്റ് കിടത്ത്. ഞാൻ എത്ര ദിവസമായിട്ട് നിന്നോട് പറയണത് ആ ലൈറ്റ് നീ കിടത്ത്. എന്റെ പൊന്നു മക്കളെ നിങ്ങളൊന്ന് കിടക്കുക, അപ്പനൊന്ന് ഉറങ്ങാനാ, ആ ലൈറ്റ് ഒന്ന് കിടത്ത്. അവന് പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല, എനിക്കൊന്ന് കിടക്കാനാ, ലൈറ്റ് കിടത്ത് മക്കളെ എന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്നെ സംബന്ധിച്ച് അതിനകത്ത് കോംപ്രമൈസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതെ അതെ. അല്ല, അപ്പൊ അവരുടെ പെരുമാറ്റത്തില് അവർക്ക് ചില ബോധ്യങ്ങളുണ്ട് അല്ലെ? ഹെൻറി ചേട്ടൻ പറയുന്നതിനകത്ത് ഹെൻറി ചേട്ടന് ചില ബോധ്യങ്ങളുണ്ട്. 2 അഭിപ്രായങ്ങളാണ് അല്ലെ? അതെ അതെ. എങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും? പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ നമ്പറാണ് നല്ലത്. കാരണം ഇലക്ട്രിസിറ്റി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലായിക്കോളും. അത് ശരിയാണ്. അത് അതിനെടുക്കാവുന്ന ഒരു ആക്ഷനാണ്. അതിൽ നമ്മൾ ഇത് കമ്മ്യൂണിക്കേഷൻ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അതെ, എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളിലെല്ലാം രണ്ടുപേരുടെ ഭാഗത്തും ശരി ഒരു എലമെന്റ് ഓഫ് ട്രൂത്ത് ഉണ്ട്. അത് ശരിയാണെന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനൊരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തുന്നതാണ് ബുദ്ധിമുട്ട്. അപ്പൊ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോ ജീവൻ നിത്യയോട് പറയാണ്, നിത്യ ഞാൻ മനസ്സിലാക്കുന്നു, നിത്യയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുമ്പോൾ നല്ലൊരു ഡ്രസ്സ് എടുക്കണം, നല്ല താല്പര്യമുണ്ട്. മാത്രമല്ല അത് ഭംഗിയായി എടുക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം തുറന്ന് കാണണം, എന്നാലാണ് നിത്യയ്ക്ക് അതിനെക്കുറിച്ച് ബോധ്യം വരുള്ളൂ. നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേ, വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് ഇട്ട് നോക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ അല്ലേ? അങ്ങനെ ജീവൻ പറഞ്ഞു കഴിയുമ്പോൾ നിത്യയ്ക്ക് എന്ത് തോന്നും? ഞാൻ ഹാപ്പി ആവും. അപ്പോ എന്താ തോന്നുക? എന്താ ഇയാൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ നമുക്ക് തോന്നണത്? സന്തോഷം തോന്നും. അല്ല, സന്തോഷം തോന്നുന്നു. അതിന്റെ പുറകിൽ സന്തോഷം തോന്നാൻ കാരണം എന്താ? അത് എന്നെ മനസ്സിലാക്കി സംസാരിച്ചതുകൊണ്ട്. എന്നെ മനസ്സിലാക്കിയെന്ന്, അതായത് ഞാൻ ചിന്തിക്കുന്ന പെർസ്പെക്റ്റീവ്, എൻ്റെ കാഴ്ചപ്പാട് ഇയാള് മനസ്സിലാക്കി എന്ന് ഈ സംസാരം വഴി തോന്നി. ശരിയല്ലേ? എന്നിട്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം വീണ്ടും ജീവൻ തുടരാണ്. ശരിയാണ്, നിത്യയുടെ കാഴ്ചപ്പാട് നിത്യയുടെ പെർസ്പെക്റ്റീവിൽ ശരിയാണ്. എന്നാൽ എനിക്കൊരു വ്യത്യസ്ത കാഴ്ചപ്പാടാണ് അതിനെക്കുറിച്ചുള്ളത്. പലപ്പോഴും അങ്ങനെ കടയിൽ ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒത്തിരി വസ്ത്രം വലിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ജോലിക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഞാൻ അതിനെ നോക്കി കാണാറുള്ളത്. അപ്പോൾ പലപ്പോഴും അവർ ഒത്തിരിയേറെ അധ്വാനിക്കേണ്ടി വരുന്നല്ലോ, അതിനുള്ളൊരു പറ്റിയ ഒരു പ്രതിഫലം അവർക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊരു ഫീലാണ് എനിക്കുള്ളത്. അപ്പോൾ ആളുടെ കാഴ്ചപ്പാടിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്തു, എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിനെ പറയുകയും ചെയ്തു പോസിറ്റീവായിട്ട്, അല്ലേ? ചിലപ്പോൾ ആൾക്കത് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി അടുത്ത തവണ പോകുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാം. ചിലപ്പോൾ ആൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവില്ല, അപ്പോൾ ആൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചൊന്നും വരില്ല. അപ്പോൾ പിന്നെ അടുത്ത ഒരു നെഗറ്റീവ് സാധനം വരാണ്. അപ്പോൾ എന്താണ് നമ്മൾ പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? വി ആർ ഡിഫറെൻറ്റ്, അല്ലേ? നമ്മൾ വ്യത്യസ്തരാണ്, അല്ലേ? വ്യത്യസ്തരായ വ്യക്തികളോട് ഒരാൾ 10 മണിക്ക് ഒരാൾ 11:30 ഉറങ്ങണം. ഈ രണ്ടുപേരുടെ ആ വ്യത്യസ്തത അതിൽ തന്നെ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ കാഴ്ചപ്പാടിലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡാപ്റ്റ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? പക്ഷെ അതിനൊരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമ്മൾ ചെയ്താൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഈ സെയിം സംഭവം ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞ സംഭവത്തിൽ 1 മണിക്കൂറിലധികം നിന്നിട്ട് ഈ പറഞ്ഞ എല്ലാ സാധനം വലിച്ചു കാണിച്ചിട്ട് ഈ പെണ്ണുങ്ങളോ ഇവളൊന്നും പോയി എന്ന് വിചാരിച്ചിട്ടുണ്ട് ശരിക്കും. അപ്പൊ നമ്മള് ഇനി കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ പെറ്റിയടക്കും പോലീസ് വന്ന് ഉള്ള സാധനം എടുത്തിട്ട് സാവധാനം ഇറങ്ങി വന്നു തെരഞ്ഞു നോക്കി സാവധാനം എടുത്ത് വന്നു. അപ്പൊ ഞാൻ പോലീസുകാരാണ് വണ്ടി എടുത്തോണ്ട് പൊക്കോളാം, അപ്പുറത്ത് നിൽക്കാൻ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളോട് സിമ്പതി തോന്നും. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പൊ വേഗം കിട്ടുന്നത് ഒരു അല്പം കൂടി സ്പീഡാക്കി ശരി. ഓക്കെ. അത് ഉള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കി പറഞ്ഞാൽ പിന്നെ അത് വേറെ പ്രശ്നമായിട്ട് മാറും. ഓക്കെ, യെസ്. ഇത് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഇപ്പോൾ ബുദ്ധിയുള്ള ഭർത്താക്കന്മാർ ഭാര്യമാർ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അധികം കൂടെ പോവാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ സ്വസ്ഥതയ്ക്ക് അവരുടെ ഇതിനങ്ങൾ വിട്ടേക്കുക, മനസ്സിലായോ? എന്നാലും നമ്മുടെ ഈ ഒരു കൺസേൺ, അതായത് നമ്മൾ ഒരു ഓവറായിട്ട് ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിൻ്റെ കൺസേൺ അതുണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഞാനൊരു മറ്റൊരു ഉദാഹരണത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെപ്പോഴും പരിഹസിക്കാമെന്ന് കരുതുക. പരിഹസിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളത് എങ്ങനെ പറയും? ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ അത്ര നല്ല ഭംഗിയായിരിക്കില്ല. പോസിറ്റീവായിട്ട് ഇത് എങ്ങനെ പറയാൻ പറ്റും? പോസിറ്റീവായിട്ടല്ല ആദ്യം നമ്മൾ പറയുള്ളൂ, നെഗറ്റീവായിട്ട് പറയുള്ളൂ. പറഞ്ഞു കളിയാക്കിയാലും നിന്നെക്കാളൊക്കെ മുകളിലാണ് ഞാൻ, നീ പിന്നെ വലിയ വർത്താനം പറയേണ്ടതെന്ന് എന്തായാലും ആദ്യം പറയുള്ളൂ. പിന്നെ അതിന് പോസിറ്റീവ് ആക്കാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു അഡ്വൈസിൽ കൂടി പതുക്കെ. അതല്ല, എൻ്റെ ഭർത്താവ് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കത് ഇഷ്ടമല്ല, മനസ്സിലാവുന്നുണ്ടോ? അത് എങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് അയാളോട് പറയാം? നമ്മളത് ഓപ്പൺലി തന്നെ പറയണം. ലൈക്ക് പരിഹസിക്കുന്നത് നമുക്ക് വിഷമമുള്ള കാര്യമാണ്, നമ്മളത് ഹേർട്ട് ആവുന്നുണ്ട്. സോ ഇത് മാക്സിമം കുറയ്ക്കണം. കാരണം നമുക്ക് ശരിക്കും എന്താണ് ഫീൽ ചെയ്യുന്ന ഒരു പരിഹാസം വരുമ്പോൾ അത് നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. നോയലിനോട് പറഞ്ഞു നോക്കിയേ. നോയലിനോട് ഇതൊന്നും ഭംഗിയായിട്ടൊന്ന് പറഞ്ഞേ. നോയല് സപ്പോസ് മീനുവിനെ പരിഹസിക്കുകയാണ്, മീനുവിന് അത് ഇഷ്ടമുള്ള കാര്യമല്ല, മനസ്സിലാവുന്നുണ്ട്? വെറുതെ ഇങ്ങനെ പരിഹസിച്ച് സംസാരിക്കുകയാണ്. ഒന്ന് ആളോട് പറഞ്ഞ് ഒന്ന് പോസിറ്റീവായിട്ടൊന്ന് പറഞ്ഞേ. നോയലെ കഴിഞ്ഞ ദിവസം എന്നെ കളിയാക്കിയത് എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അത് നോയൽ എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിലല്ല, ഇപ്പം എന്നോട് തനിച്ച് വന്നപ്പോൾ ഇതാണ് പ്രശ്നം. ഇപ്പം പരിഹാസത്തിൻ്റെ ഒരു റീസൺ ഉണ്ടാവുമല്ലോ, അത് എന്താണ് റീസൺ എന്ന് എന്നെ മനസ്സിലാക്കിയിട്ട് ലൈക്ക് അത് എന്നെ കൊണ്ട് അത് കറക്റ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ കറക്റ്റ് ചെയ്യിപ്പിക്കേണ്ടതല്ലേ ഈ ചുമ്മാ കളിയാക്കണേക്കാളും പരിഹസിക്കണേക്കാളും നല്ലത്. ഓക്കെ, നന്നായി, നല്ലൊരു കയ്യടി കൊടുത്തേ. കൊള്ളാം. മീനു അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു കേട്ടോ. അതായത് നമ്മൾ ആളെ കുറ്റപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. മറിച്ച് ഞാൻ നോയലിനോടൊരു കാര്യം പറയട്ടെ, വളരെ വ്യക്തിപരമായിട്ട് പറയാണ്. നോയലിൻ്റെ പലപ്പോഴും സംസാരത്തിൽ എന്നെ പരിഹസിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, ആൻഡ് എനിക്കതൊരു ഹെർട്ട് ഫീൽ ആകുന്നുണ്ട്. ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. എനിക്കതൊരു കംഫർട്ടബിളായിട്ട്
തോന്നുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ നമുക്ക് അതില്ലാതിരിക്കുന്നതാണ് നല്ലത്. ഭംഗിയായിട്ട് നമ്മൾ പറയാം അല്ലേ? ഒരു പോയിന്റ് കൂടെ ഒരു പക്ഷേ മിനിമം ആഡ് ചെയ്യാൻ പറ്റുന്നത്, മേ ബി യു ഡോണ്ട് റിയലൈസ് ദാറ്റ് ഐ ആം ഗെറ്റിംഗ് ഹർട്ട് എന്നൊരു സാധനമുണ്ട്. അതെ 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 ശരി. ഒരുപക്ഷെ നോയലാത്രം ചിന്തിക്കുന്നുണ്ടാവില്ല, പക്ഷെ അത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക്. അപ്പൊ അത് പോസിറ്റീവായി നമ്മൾ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, നമ്മുടെ ഉള്ളിലുള്ളത് പറഞ്ഞു. ചിലപ്പോൾ നമുക്കത് പറയാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തിക്കുമുട്ടൽ വരും. തിക്കുമുട്ടൽ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. അപ്പൊ അത് നെഗറ്റീവിന്റെ നെഗറ്റീവായിട്ട് മാറും. മനസ്സിലാകുന്നുണ്ട്? ഇതുപോലെ പല എക്സാമ്പിൾസ് നമ്മുടെ വീട്ടിൽ അനുദിനം വരും അല്ലേ? ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസ്കഷനിൽ ബോധപൂർവം ചിന്തിച്ചിട്ട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. പക്ഷെ വീട്ടിൽ അനുദിന ലൈഫിൽ ഇതുപോലെ വരുത്താൻ കഴിയാന്നുള്ളതാണ് ചലഞ്ച്, വെല്ലുവിളി. അതിനാണ് ബോധപൂർവമായ ഒരു പരിശ്രമം നമുക്ക് വേണ്ടത്. യെസ്, പ്രിയമുള്ളവരെ, അനുദിന കുടുംബജീവിതത്തിൽ പലപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പെരുമാറ്റ രീതി, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ നോ പറയേണ്ടി വരും. അത് വളരെ ഭംഗിയായിട്ട് പറയാൻ കഴിയുക, അതൊരു പോസിറ്റീവ് പ്രയോഗത്തോടു കൂടെ പറയുക. ഇപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്, എനിക്ക് അത്ര സുഖകരമായി തോന്നുന്നില്ല എന്ന് വളരെ ഭംഗിയായിട്ട് അതിനെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുക. അതിന് ബോധപൂർവമായൊരു ശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സാധിക്കുന്നത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഊഷ്മളമായ കുടുംബങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നല്ലൊരു കുടുംബങ്ങൾ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. നമ്മൾ വീട്ടിൽ നിൽക്കുന്നത് നമുക്കുള്ള ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ മക്കൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കെയർ ഹോമിൽ പോകുന്നതായിരിക്കും ഭംഗി. കാരണം അവരുടെ യൂത്ത് ടൈമാണ്. നമ്മളായിട്ട് ഇനി അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എൻ്റെ മക്കൾക്ക് അതിൽ ഞാനും എൻ്റെ വൈഫും നിൽക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അവരാക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല. എന്നെ എൻ്റെ പക്ഷെ ഞാൻ ജീവനുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും ജീവനുള്ളിടത്തോളം കാലം ഞങ്ങളുടെ പേരൻസിന് ഒരു രീതിയിലും വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് നല്ലത്. തീർച്ചയായിട്ടും അവർ കെയർ ഹോമിലായാലും ഈ മക്കൾ മരിക്കുന്നവരെ, അവര് മരിക്കുന്നവരെ മക്കളുടെ ചിന്ത മാത്രമാണ് അവർക്ക് ഉണ്ടാവുള്ളൂ. അതെ അതെ, ഒരിക്കലും അവിടെ സ്വസ്ഥത കിട്ടില്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ അവൻ വന്നോടാ അവള് വന്നോടാന്ന് ചോദിക്കാൻ ഒരാൾ വീട്ടിലിരിക്കുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നമുക്കും നല്ല സന്തോഷമാണ് അല്ലേ? തീർച്ചയായിട്ടും. എന്റെ മാതാപിതാ എന്നെ കണ്ടവൻ വളർന്നോട്ടെ എന്ന് ഒരപ്പനും ഒരമ്മയും, അല്ലെങ്കിൽ അമ്മയും പറയണം എന്നെ കണ്ട് വളർന്നോട്ടെ, അല്ലെങ്കിൽ ഒരപ്പം പറയണം എന്നെ കണ്ട് വളർന്നോട്ടെ എന്ന്. മക്കൾ വളർന്നോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണരായി, നമ്മൾ സംതൃപ്തരായി, നമ്മൾ പൂർണ്ണരായി.